എൻട്രൻസ് കോച്ചിംഗ് വിദ്യാർത്ഥിനിയായ ഏകമകളുടെ ദുരൂഹ മരണത്തിൽ 4 വർഷമായി നീതി തേടി അലയുകയാണ് സൗദിയിലെ ദമാമിൽ പ്രവാസിയായ ഒരു പിതാവ്. 4 വർഷം മുൻപ് കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് വീണ് മരിച്ച നിലയിൽ കണ്ടെത്തിയ ഐറിന്റെ പിതാവ് റോയിയാണ് മകളുടെ അകാല വേർപാടിന്റെ വേദനയിലും നീതിക്കായി കാത്തിരിക്കുന്നത്. തന്റെ ബന്ധുക്കളും പ്രതികളെന്ന് സംശയിക്കുന്നവരുമായ കുറ്റവാളികളെ ചോദ്യം ചെയ്യാനോ കുറ്റപത്രം സമർപ്പിക്കാനോ പോലീസും അധികാരികളും ഇതുവരെ തയ്യാറായില്ല. ഒടുവിൽ പ്രതികളെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാൻ ഹൈക്കോടതി വിധി കരസ്ഥമാക്കിയിട്ടും പോലീസ് ഒളിച്ചുകളി തുടരുന്നതായും ഈ പിതാവ് പരാതി ഉന്നയിക്കുന്നു. പ്രതികൾക്ക് ഭരണതലത്തിലും ഉന്നത രാഷ്ട്രീയ പാർട്ടി ബന്ധങ്ങളിലുമുള്ള സ്വാധീനമാണ് കേസ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതെന്നും റോയ് പറയുന്നു. റോയിയുടെ മകൾ ഐറിൻ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടിട്ട് 4 വർഷമായി. മകളുടെ കൊലപാതകത്തിന് കാരണക്കാരായ പ്രതികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് ഇദ്ദേഹം മുട്ടാത്ത വാതിലുകൾ ഇല്ല. പ്രവാസത്തിന്റെ തിരക്കുകൾക്കിടയിലും മകളുടെ ഘാതകരെ എന്നെങ്കിലും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുവാൻ സാധിക്കുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഈ പിതാവ് ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. 2021 ഓഗസ്റ്റ് 5-ാം തീയതി സംഭവം നടക്കണേ. അന്ന് തുടങ്ങി ഞാൻ ഇവരുടെ പിന്നാലങ്ങൾ നടക്കണതാണ് ഈ കേസ് എന്തെങ്കിലുമൊക്കെ ഒരു ഇതിലെത്തിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവർ യാതൊരു സപ്പോർട്ടൊന്നും ഇല്ല. പോലീസ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിത് അന്വേഷണം നടക്കുന്നുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. കാരണം അവർക്ക് വ്യക്തമായിട്ട് ഇതിൻ്റെ ആരൊക്കെ ഇൻഫ്ലുവൻസിൻ്റെ പിന്നിലുണ്ടായിരുന്നു. ഹൈക്കോടതിയുടെ ഉത്തരവ് ലഭിച്ചിട്ട് 4 മാസമായി. എന്നിട്ടും പ്രതികളെ കണ്ടെത്താനോ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാനോ പോലീസ് തയ്യാറായിട്ടില്ല. അവർ പറയും അത് അവിടെ ഇവിടെ ഇല്ല, അവിടെയാണ് ഇവിടെയാണ്. ആക്ച്വലി ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് പുള്ളിക്കാരത്ത് ഓൾറെഡി മണിപ്പാലിലുണ്ട്. അവർക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ പോലീസ് വേണ്ട രീതിയിൽ അവർ യാതൊരു സപ്പോർട്ടും, കാരണം അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവില്ല. അത് അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കില്ലല്ലോ ഇത്രയും മാസങ്ങളായിട്ട്. ഇപ്പോൾ ഹൈക്കോടതി ഞാനിപ്പോൾ വീണ്ടും ഹൈക്കോടതിയിൽ വീണ്ടും ഇത് റിവ്യൂ ഹർജി കൊടുക്കാനുള്ള പരിപാടിയാണ്. കാരണം ഇതെന്താണ് ഇവർ ചെയ്യാത്തവർ, യാതൊരു സപ്പോർട്ടും നൽകുന്നില്ല. കാരണം അവൾ UK കടന്നെന്ന് പറഞ്ഞു. കാരണം അവർക്ക് എന്തുകൊണ്ട് അവർ ആക്ഷൻ എടുക്കുന്നില്ല, എന്തുകൊണ്ട് അവരിങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത്. കാരണം അവർക്ക് ഈ പെൺകുട്ടിക്ക് ആൾക്കറിയാം അവൾ ഓൾറെഡി പ്രതിയാണെന്ന്. കാരണം അവൾ ഇൻവോൾവ് ആണെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. മരണസമയത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ പോലീസും പ്രതികളും ചേർന്ന് നശിപ്പിച്ചെന്നും റോയി ആരോപിക്കുന്നു. ഇതിനെ തുടർന്നാണ് ഹൈക്കോടതിയിൽ നുണപരിശോധന ആവശ്യപ്പെട്ട് ഹർജി നൽകേണ്ടി വന്നതെന്നും ഇദ്ദേഹം വിശദീകരിച്ചു. പോലീസ് എന്താണെന്ന് വെച്ചാൽ പോലീസ് എന്തോ ഭയക്കുന്നുണ്ട്. കാരണം അവർക്ക് ഇതിനകത്ത് എന്തോ രാഷ്ട്രീയമായിട്ട് ഇടപെടലൊക്കെ എവിടെ നിന്നൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും അവരിങ്ങനെ. പിന്നെ ഈ വ്യക്തിക്ക് എന്ന് വെച്ചാൽ ഈ സംശയിക്കുന്ന പെൺകുട്ടി എന്ന് പറഞ്ഞില്ല, സംശയിക്കല്ല, അത് യഥാർത്ഥത്തിൽ പുള്ളിക്കാരത്ത് ചെയ്ത് തന്നെയാണ്. പക്ഷെ നമുക്ക് ഇനി ഒരു കൃത്യമായ ഇത് അവർക്ക് പ്രൂവ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ സംശയിക്കുന്നു പറയുന്നത് മാത്രം. പക്ഷേ പുള്ളിക്കാരത്തേക്ക് വേണ്ടി ഇവരൊക്കെ ഇടപെട്ടിട്ടുണ്ട്. ഒരുപാട് കേസുകൾ അവർ സപ്പോർട്ട് ചെയ്യുന്നു. പോലീസും അതെ, രാഷ്ട്രീയക്കാരും ഒരുപാട് ഭരണകക്ഷി തന്നെയുള്ള പല ആൾക്കാരും ഇടപെട്ടിട്ടുണ്ട്. എനിക്ക് വ്യക്തമായിട്ട് അവരുടെ പേരുകളൊക്കെ അറിയാം, ഞാനിപ്പോൾ ഉൾപ്പെടുന്നത് ശരിയല്ല. ഓക്കെ, ഇവരൊക്കെ ഇടപെട്ടുകൊണ്ടാണ് ഈ കേസ് ഇങ്ങനെ നീട്ടിയിട്ട് കൊണ്ടുപോകും. കാരണം ഇത് 2 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 3 ദിവസം കൊണ്ട് അവർക്ക് പിടിക്കാവുന്ന ഒരു കേസാണ്. നിയമ പോരാട്ടത്തിനിടെ തുണയായി ഉണ്ടായിരുന്ന ഭാര്യ അസുഖബാധിതയായി 1 വർഷം മുമ്പ് മരണപ്പെട്ടു. കോളേജിൽ പഠിക്കുന്ന ഐറിന്റെ ഏക സഹോദരൻ മാത്രമാണ് ഇപ്പോൾ റോയിക്ക് ഈ രംഗത്ത് കൂട്ടായുള്ളത്. നൌഷാദ് റിക്കോർ, മീഡിയ 1, ദമ്മാം.